ഹായ് നമസ്കാരം. ഈ ഒരു വാഹനം ഞാൻ ഒരു കൊല്ലം മുമ്പ് വാങ്ങിച്ച വണ്ടിയാണ്. റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പണിയും തീർത്ത് വെച്ച ഒരു വണ്ടിയാണ്. പെയിൻ്റൊക്കെ അടിച്ച് വെച്ചതാണ്. റോട്ടിൽ വെച്ചത് കൊണ്ട് ചളി പിടിച്ച് കിടക്കുകയാണ്. ഇത് എല്ലാ പണിയും കഴിച്ചു, ബാച്ച് വർക്ക് കാര്യങ്ങൾ പെയിൻറ്റിങ് കഴിച്ചു. പക്ഷേ ഇതിൻ്റെ എൻജിൻ സൈഡിൽ പൊല്യൂഷൻ കിട്ടുന്നില്ല. അത് കാരണം വണ്ടി നിർത്തി വെച്ചതാണ്. പിന്നെ അത് എഞ്ചിൻ പണി എടുക്കണം, സാമ്പത്തിക ബുദ്ധിമുട്ടോട് ഞാൻ നിർത്തി വെച്ചതല്ല. ഇതിപ്പോൾ നമ്മുടെ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ നാട്ടിലുള്ള ആരോ എന്തെന്ന് അറിഞ്ഞുകൂടാ, അവരുടെ കലിപ്പ് തീർക്കാനാണോ അല്ലെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല, ഒരു കല്ലെടുത്തെറിഞ്ഞ് പൊട്ടിച്ചാണ് ഈ ഫ്രണ്ട് ഗ്ലാസ്. കല്ല് താനാണ് സാധ്യത ഉള്ളത്, എനിക്കറിഞ്ഞുകൂടാ. രണ്ടാമത് ഈ ഗ്ലാസ് പൊട്ടിച്ചു. അതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്തത് ഈ ഗ്ലാസ് പൊട്ടിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് ആ ഉള്ളിൽ 2 ഗ്ലാസ് ബാക്കിയുണ്ട്, ഈ ഗ്ലാസും ബാക്കിയുണ്ട്. ഞാൻ ഇത് പൊട്ടിക്കാൻ നോക്കാം. എന്തായാലും ഞാനൊരു ആഗ്രഹിച്ച ഒരു 800 4 വീലർ വേണം എന്നുള്ള നമ്മൾ ഫാമിലി ആവശ്യങ്ങൾ കൊണ്ട് ഫാമിലി ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു വണ്ടി. പിന്നെ ഈ പൊല്യൂഷൻ കിട്ടാത്ത കാരണം അത് നിർത്തിയിട്ടതാണ്. പിന്നെ ശരിയാക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ വേണമെങ്കിൽ വണ്ടിയുടെ നമ്പർ ഞങ്ങൾക്ക് ആർക്കാണ് സംശയം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളൊന്ന് പരിവാഹൻ സൈറ്റിൽ കയറിയാൽ കാണാൻ പറ്റും. വലിയൊരു എമൗണ്ട് ടാക്സും എല്ലാ പൈസയും അടച്ച് വെച്ചിരിക്കുന്ന വണ്ടിയാണ്. ഇവർക്ക് എന്ത് ലാഭമാണ് ഈ വണ്ടി പൊളിച്ച ആൾക്ക്, കുട്ടികൾ ആരാണെങ്കിലും സാമൂഹ്യ വിരുദ്ധർക്ക് എന്ത് ലാഭമാണ് കിട്ടിയെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു സ്വപ്നത്തെയാണ് ഇവർ മണ്ണിട്ട് മൂടിയത് അവസ്ഥയെന്ന്. ഇനി നന്നാക്കുന്നതിൽ അർത്ഥമില്ല. വണ്ടി സ്ക്രാപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. RT ഓഫീസിൽ അതിൻ്റെ പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് വണ്ടി സ്ക്രാപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഇത്രത്തോളം നെറികെട്ട നാട്ടുകാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടല്ലോ എന്ന് കാണുമ്പോൾ വളരെ സന്തോഷം.